ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 മെയ് മാസം 14 വ്യാഴഗ്രഹം മിഥുനം രാശിയിലേക്ക് മാറും. മിഥുനം രാശിയിൽ ഒരു വർഷം അവിടെ സ്ഥിതി. അങ്ങനെയുള്ള വ്യാഴത്തിന്റെ സ്ഥിതി കൊണ്ട് ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെ കുറിച്ചാണ് പറയുന്നത്. അതായത് ചിങ്ങം രാശിക്കാർക്ക് ഏറ്റവും നല്ല, അതായത് 5-ാം ഭാവത്തിന്റെ കൂടി അധിപനായിരിക്കുന്ന വ്യാഴം 11-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. പല വിധത്തിലും ഉള്ള അഭിവൃദ്ധികൾ വന്നു ചേരും. പൂർണ്ണമായ ദൈവാധീനം അതാണ് ഈ വ്യാഴത്തെ കൊണ്ട് ചിങ്ങം രാശിക്കാർക്ക് വന്നു ചേരുക. ലഗ്നത്തിൽ കേതുവും സപ്തമത്തിൽ രാഹുവും ഒക്കെ സ്ഥിതി ചെയ്യും. അഷ്ടമത്തിൽ ശനിയാണ്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും തൃപ്തികരമല്ല എങ്കിലും വ്യാഴത്തിന്റെ ആനുകൂല്യം ലക്ഷം ദോഷത്തെ പരിഹരിക്കും എന്നുണ്ട്. അങ്ങനെ സർവേശ്വരകാരകനും സർവസമ്പത് പ്രദാത്രിയുമായിരിക്കുന്ന വ്യാഴം സർവ അഭീഷ്ടങ്ങളും സാധിക്കുന്ന ഭാവമായ 11-ാമിടത്താണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അപ്രതീക്ഷിതമായ ഭാഗ്യാവസ്ഥകളും നേട്ടങ്ങളും ദൈവാധീനങ്ങളും ഈ ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂര, ഉത്രത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരും. ഏറ്റവും പ്രധാന കാര്യം നാളുകളായിട്ട് സാധിക്കാതെ കിടന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വർഷത്തിനകം സാധിക്കുന്നതിന് യോഗമുണ്ട്. അതായത് ഒരു ഏതെങ്കിലും തരത്തിൽ രോഗാവസ്ഥ ഉള്ളവർക്ക് രോഗങ്ങൾ മാറുക, നല്ല ഒരു ഡോക്ടറെ കിട്ടുക, ചികിത്സ ഫലിക്കുക, അങ്ങനെയൊക്കെ യോഗമുണ്ട്. ചിലരെ സംബന്ധിക്കുന്നിടത്തോളം വാഹനം സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹമായിരിക്കും. ഉത്തമ വാഹനം വന്നു ചേരുന്നതിന് യോഗമുണ്ട്. അതുപോലെ തന്നെ ഉള്ള ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ പുതിയ ഗൃഹം വാങ്ങുന്നതിനോ യോഗമുണ്ട്. തൊഴിൽ പുരോഗതി വന്നു ചേരുക. ജോലിക്കായിട്ട് പല നാൾ ശ്രമിച്ചിട്ടും സാധിക്കാത്തവർക്ക് മനസ്സിനിണങ്ങിയ രീതിയിൽ ശമ്പളത്തോടു കൂടിയ ഒരു സാമ്പത്തിക അഭിവൃദ്ധിയോട് കൂടിയ ഒരു തൊഴിൽ വന്നു ചേരുവാൻ യോഗമുണ്ട്. അതുപോലെ പ്രധാനമാണ് ഏജ് ഓവറായിട്ട് നിൽക്കുന്ന, കണ്ടകശനിയൊക്കെ ആയിട്ട് വിവാഹം തടസ്സപ്പെട്ട് കിടന്ന സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും, യുവതി യുവാക്കൾ, മധ്യവയസ്കർ, ഇങ്ങനെ വിവാഹത്തിന് ആഗ്രഹിക്കുന്ന, വിവാഹം കഴിച്ചിട്ടില്ലാത്തവരും വിവാഹം കഴിച്ച് ഡൈവേഴ്സ് ആയിട്ട് നിൽക്കുന്നവരും ഒക്കെ വിവാഹത്തിന് നോക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ രീതിയിൽ അനുയോജ്യമായ രീതിയിൽ ഒരു വിവാഹം വന്ന് നടക്കുവാൻ യോഗമുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ജീവിതത്തിൽ പലപ്പോഴും ഇനി സാധിക്കുകയില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ സാധിക്കുക. അതാണ് വ്യാഴത്തിന്റെ ഒരു വർഷത്തെ സ്ഥിതി കൊണ്ട് വന്നു ചേരുക. ചിങ്ങം രാശി സംബന്ധിക്കുന്നിടത്തോളം പ്രധാനമായിട്ട് ആരോഗ്യം തൃപ്തികരമായിരിക്കും. അതുപോലെ തന്നെ ശ്രേയസ്സും യശസ്സും വന്നു ചേരും. എന്നിരുന്നാലും എതിർലിംഗക്കാരും ഒക്കെ ആയിട്ട് ഇടപെടുന്നത് വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പ്രണയിക്കുന്നവർക്ക് അത്ര സുഖകരമായിരിക്കില്ല. ആരെങ്കിലും ഒരു ആള്, അതായത് സ്ത്രീയോ പുരുഷനോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഞ്ചനാപരമായ രീതിയിലുള്ള പ്രണയം നടിക്കുന്നതിനും അത് വഞ്ചിക്കപ്പെടുന്നതിനും മാനാപമാനങ്ങളും ധനനഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന് സൂചനയുണ്ട്. അത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യുവാനായിട്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായിരിക്കുന്ന കൗമാരപ്രായക്കാരും യുവതികളും യുവാക്കളും മധ്യവയസ്കരും ഒക്കെ അതിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാന കാര്യം തൊഴിൽ രംഗത്തെ കാര്യമാണ്. തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യം, അതായത് ഏതാനും ആൾക്കാരെ തൻ്റെ കീഴിൽ വെച്ചുകൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന, ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന, സംഘടിപ്പിക്കുന്ന സംഘാടകർ, അങ്ങനെയൊക്കെ ഉള്ളവർ വളരെ നഷ്ടങ്ങൾ സഹിച്ച നാളുകളാണ് കടന്നുപോയത്. എന്നാൽ ഇനി ഈ നക്ഷത്രക്കാർക്ക് ഒരു വർഷത്തേന് സൗഭാഗ്യങ്ങളുടെ കാലമാണ്. പുതിയ പുതിയ വർക്കുകൾ കിട്ടുകയും വർക്കുകൾ നല്ല രീതിയിൽ പെട്ടെന്ന് വേഗത്തിൽ തീർക്കുന്നതിനും സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നതിനും യോഗമുണ്ട്. മറ്റൊരു പ്രധാന കാര്യം സഹോദര ഭാവമാണ്.
സഹോദര സ്ഥാനീയർക്ക് ഉയർച്ച ലഭിക്കും. വ്യാഴത്തിന്റെ പൂർണ്ണ ദൃഷ്ടി സഹോദര ഭാവത്തിലേക്കുണ്ട്. ധൈര്യവും വീര്യവും ഒക്കെ വർദ്ധിച്ച് സ്വയാർജിതമായിട്ട് പ്രവർത്തിക്കുന്നതിനും പരസ്പരം സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നതിനും സുഹൃത്തുക്കളെ സഹായിക്കുന്നതിനും ഒക്കെ വളരെ സാഹസികമായ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് വിജയം വരിക്കുന്നതിനും യോഗമുണ്ട്. മാതാപിതാക്കൾക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ വളരെ ശ്രേയസ്കരമായ കാലമാണ്. കടങ്ങളൊക്കെ വീടുന്നതിനും യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്ക് വളരെ നല്ലതാണ്. അതായത് ചിങ്ങം രാശിയുടെ പ്രതിഭാസ്ഥാനമായ 5-ാം ഇടം വിദ്യാഭാവമാണ്. അവിടേക്ക് വ്യാഴം, ആ രാശിയുടെ അധിപൻ കൂടിയായ വ്യാഴം പൂർണ്ണമായ ദൃഷ്ടി ചെയ്യുന്നു. IELTS, MOH, IPS, IAS പോലെയുള്ള പരീക്ഷകളൊക്കെ എഴുതുന്ന ഈ രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് വിജയം വരിക്കുവാൻ ഏറ്റവും ഉത്തമമായ വർഷമാണ്. അതായത് പല പ്രാവശ്യം എഴുതിയിട്ട് കിട്ടാതെ വരിക, അങ്ങനെയുള്ളവർക്ക് ഈ വർഷം കിട്ടുവാൻ പൂർണ്ണമായ ദൈവാധീനമാണ് ഉള്ളത്. നിയമപരമായ പ്രശ്നങ്ങൾ വിട്ടുപോകുന്നതിനും കടങ്ങൾ തീരുന്നതിനും അങ്ങനെ കിട്ടുകയില്ല എന്ന് വിചാരിച്ചിരുന്ന ചില കൊടുത്ത പൈസ കിട്ടുന്നതിനും കേസുകളൊക്കെ ഒത്തുതീർപ്പാകുന്നതിനും യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. സപ്തമ ഭാവം അതാണല്ലോ വിവാഹ ഭാവം. വിവാഹ മദനാലോക ഭാര്യ ഭർത്തൃ സമാഗമ ശയ്യ സ്ത്രീ സദ്ഗമ നഷ്ടാർത്ഥ മൈധുന്യാനമി സപ്തമാത്. ചില അലോസരതകളൊക്കെ ഉണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം, വാക്കുകൾ ഒക്കെ വളരെ ശ്രദ്ധിക്കണം. വാക്കിന്റെ സ്ഥാനത്തേക്ക് പാപഗ്രഹങ്ങൾ മാറി മാറി വരും. അപ്പോൾ ദേഷ്യമൊക്കെ വളരെ നിയന്ത്രിക്കണം. അതായത് സപ്തമഭാവത്തിന്റെ അധിപനായിരിക്കുന്ന ശനി അഷ്ടമഭാവത്തിൽ നിൽക്കുമ്പോൾ ദാമ്പത്യ തകർച്ച, മനക്ലേശം ഒക്കെ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി വേണം ജീവിത പങ്കാളിയുമായിട്ട് ഇടപെടുവാൻ. ചെറിയ ചെറിയ തെറ്റുകൾ ഊതിപ്പിരിപ്പിച്ച് വലിയ വലിയ പിണക്കങ്ങളാകാതെ ഇരിക്കുവാൻ വളരെ ശ്രദ്ധിക്കുക. സ്ത്രീകളായാലും പുരുഷന്മാരായാലും. കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും മറ്റ് മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും അധ്യാപന രംഗമായാലും കായിക രംഗമായാലും ഒക്കെ വിജയങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ച് ഊഹാപോഹ കച്ചവടക്കാരും ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കും അഭിവൃദ്ധികരമാണ്. വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവരും കലാപരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അനവധിയാണ് കലയുമായി ബന്ധപ്പെട്ട്. അവരവർ ചെയ്യുന്ന ഏത് പ്രവൃത്തിയായാലും അതിനൊരു കരവിരുത്, കലാപരമായ മികവ് ഉണ്ടായാൽ അത് മറ്റുള്ളവരെ ആകർഷിക്കുകയും നല്ല രീതിയിൽ തൊഴിൽ പുരോഗതി വന്നു ചേരുവാനും ഒക്കെ അത് സഹായിക്കും. അത് വേണ്ട രീതിയിൽ ശ്രദ്ധയോടുകൂടി ചെയ്താൽ തൊഴിൽ പുരോഗതി വന്നു ചേരും. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നല്ല ഒരു സമയമാണ്. വേണ്ട രീതിയിലൊക്കെ ആലോചിച്ച് നല്ല ഇടപാടുകാരുമായി ബന്ധപ്പെട്ട് നല്ല കമ്പനികളിലൊക്കെ ജോലിക്ക് കിട്ടുവാനും ദൈവാധീനം ഉള്ള കാലമാണ്. ഏറ്റവും പ്രധാനമായിട്ട് നാഗരാജ പ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യുകയും അതുപോലെ തന്നെയാണ് സർവേശ്വരകാരകനായിരുന്ന വ്യാഴത്തിന്റെ അനുഗ്രഹം കിട്ടുവാൻ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. ശ്രേയസ്സും യശസ്സും ഉണ്ടാകുകയും ദോഷങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. വിവാഹ തടസ്സമായാലും തൊഴിൽ തടസ്സമായാലും മറ്റ് ഏതൊരു കാര്യം നോക്കുന്നതിനും ഗ്രഹനില നോക്കുന്നതിന് ഓൺലൈനായിട്ടൊക്കെ നോക്കുന്നതിന് സന്ദർഭം ഉണ്ട്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.